ഹലോ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇലയടയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുകയോ നൈസായിട്ട് പരത്തുകയോ ഒന്നും വേണ്ട. ഇലയിൽ മാവ് കോരി ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഇലയട തയ്യാറാക്കുന്നത്. വളരെ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല സ്വാദാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോവും. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ അട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ 1 കപ്പ് വറുത്ത അരിപ്പൊടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചവെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് ഒരു പേസ്റ്റ് പോലെ കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോകരുത് കേട്ടോ. ഈ ഒരു പാകത്തിനാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. നമ്മളിവിടെ 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി അടയിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. 1/2 കപ്പ് ശർക്കരപ്പാനി അരിച്ചെടുത്തതിന് ശേഷം തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം വറ്റി പാകമായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങയൊക്കെ ശർക്കരയിൽ നന്നായിട്ട് പിടിച്ച് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടയിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അട പരത്താം. അതിനായിട്ട് വാഴയില എടുത്തിട്ടുണ്ട്. നല്ല വലിയ ഇല തന്നെ എടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. മാവ് ഒഴിച്ച് മടക്കുമ്പോൾ ഇല കീറിപ്പോകാതിരിക്കാനാണ് കേട്ടോ വാട്ടുന്നത്. അപ്പോൾ അത് ഇല വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ നൈസായിട്ട് പരത്തിയെടുക്കാം. വട്ടത്തിലോ സ്ക്വയറിലോ എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇലയുടെ 4 ഭാഗത്തു നിന്നും കുറച്ച് അകറ്റിയിട്ട് വേണം കേട്ടോ മാവ് ഒഴിക്കാൻ. അല്ലെങ്കിൽ ഇല മടക്കുമ്പോൾ മാവ് പുറത്തേക്ക് പോവും. ഇനി ഇതിൻ്റെ ഒരു വശത്ത് തേങ്ങാക്കൂട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം. ഇനി ഇല മടക്കണം. ആദ്യം സൈഡ് ഇതുപോലെ മടക്കി ഇരുവശത്തും ഇതുപോലെ മടക്കണം. ഇനി ഇതുപോലെ തന്നെ കമിഴ്ത്തി വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. നേരത്തെ അട വേവിക്കാനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അട കമിഴ്ത്തിയിട്ട് വെച്ച് കൊടുക്കാം. ഒരു തരി മാവ് പോലും പുറത്തേക്ക് പോയിട്ടില്ല. ഇനി അടുത്ത അട തയ്യാറാക്കാം. ഇലയിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. തവി വെച്ചിട്ട് തന്നെ നൈസായിട്ട് പരത്തി കൊടുക്കാം. മാവ് അധികം ലൂസാവരുത് കേട്ടോ. അതുപോലെ 4 ഭാഗത്തു നിന്നും കുറച്ച് ഗ്യാപ്പ് വേണം. ഇപ്പോൾ ഇതാ പരത്തിയിട്ടുണ്ട്. ഇനി തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ചെയ്തതുപോലെ സെൻറ്ററും മടക്കി 3 സൈഡും മടക്കി കമിഴ്ത്തിയിട്ട് ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇലയിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ അട നല്ല സോഫ്റ്റാണ്. തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട്. അത്രയ്ക്കും സോഫ്റ്റാണ് കേട്ടോ. തയ്യാറാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുകയോ നൈസായിട്ട് പരത്തുകയോ ഒന്നും വേണ്ട. അപ്പോൾ ഈ ഒഴിച്ചട എല്ലാവരും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.